പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, കേരളം. പഴയ ഇരിക്കൂർ ഫർക്കയിൽ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഗ്രന്ഥശാല പ്രസ്ഥാനവും സഹകരണ പ്രസ്ഥാനവും പടുത്തുയർത്തുന്നതിൽ പ്രമുഖമായ പങ്ക് വഹിച്ച നേതാവാണ് സഖാവ് PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 39 വർഷം തികയുകയാണ്. 1923 കാലത്ത് കാട്ടാമ്പള്ളിപ്പുഴക്ക് ഇക്കരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി അംഗത്വമെടുത്തത് സഖാവ് PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ പിതാവ് ശ്രീ കുന്നത്തുപുതിയ വീട്ടിൽ രൈരു നമ്പ്യാരായിരുന്നു. ജന്മിമാരെ ഭയന്ന് ആ കാലത്ത് ഒരാളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ധൈര്യപ്പെടുകയില്ല. എന്നാൽ സ്വതവേ ജന്മിവിരുദ്ധനായ രൈരു നമ്പ്യാർ സ്വാതന്ത്ര്യ സമര സേനാനി VM വിഷ്ണുഭാരതിയൻ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഭയവുമില്ലാതെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തു. വിപ്ലവത്തിൻ്റെ ഇതിഹാസമായ സഖാവ് KPR ഗോപാലൻ്റെ അടക്കം തറവാടാണ് കുന്നത്തുപുതിയ വീട്. കുന്നത്തുപുതിയ വീട്ടിൽ രൈരു നമ്പ്യാരുടെയും PK ലക്ഷ്മിയമ്മയുടെയും 3 ആൺമക്കളിൽ രണ്ടാമനാണ് സഖാവ് PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. ജ്യേഷ്ഠൻ മുല്ലക്കൊടി PCCയുടെ ആദ്യത്തെ സെക്രട്ടറിയായിരുന്ന സഖാവ് PK കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. അനുജൻ റെയിൽവേയിലെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ന്യൂ ഏജ് പത്രത്തിൻ്റെ മാനേജരായി പ്രവർത്തിച്ച PK ഗോവിന്ദൻ. നേരത്തെ സൂചിപ്പിച്ച കുന്നത്തുപുതിയ വീട്ടിൽ രൈരു നമ്പ്യാരുടെ അനുജൻ കുന്നത്തുപുതിയ വീട്ടിൽ കൃഷ്ണ നമ്പ്യാരുടെ മകനാണ് പാടിക്കുന്ന് രക്തസാക്ഷി സഖാവ് KK രൈരു നമ്പ്യാർ. PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ 1914 ജൂൺ മാസം 10-ാം തീയതിയാണ് ജനിച്ചത്. കേരളം ALP സ്കൂൾ, മയ്യിൽ ഹയർ എലിമെൻ്ററി സ്കൂൾ, മൂത്തേടത്ത് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. തുടർന്ന് അധ്യാപക ട്രെയിനിങ് കഴിച്ചു. 1930 കാലത്ത് തന്നെ KA കേരളീയൻ, KPR ഗോപാലൻ, സുബ്രഹ്മണ്യ ഷണായി തുടങ്ങിയവർ കേരളത്തെത്തിയിരുന്നു. ഇവർ കേരളം ഗ്രാമം ഒരു താവളമാക്കി മാറ്റി. കേരള മേഖല എന്നാൽ കാട്ടാമ്പള്ളി മുതൽ കുറ്റിയാട്ടൂർ വരെയുള്ള ഇന്നത്തെ മയ്യിൽ ഏരിയ. ഈ കേരളം പ്രദേശത്തെ ആ കാലത്തെ ചെറുപ്പക്കാരായ അറാക്കൽ നാരായണ നമ്പ്യാർ, PK കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, PK ഗോവിന്ദൻ, KK രൈരു നമ്പ്യാർ, EK കുഞ്ഞപ്പ നമ്പ്യാർ, EK കുമാര മാസ്റ്റർ, EK കേളമ്മാവൻ, AK കുഞ്ഞപ്പ, C നാരായണ മാസ്റ്റർ, അറാക്കൽ കുഞ്ഞിരാമൻ, PP കോരൻ, PP കുഞ്ഞിരാമൻ വൈദ്യർ, PP കുഞ്ഞമ്പു തുടങ്ങിയവരെല്ലാം സംഘടിപ്പിച്ച് ഒരു വായനശാല രൂപീകരിച്ചു. സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കലായിരുന്നു അത്. ഈ ഘട്ടത്തിലാണ് 1935 നണിയൂരിലുള്ള വിഷ്ണുഭാരതിയൻ്റെ വീട്ടിൽ വെച്ച് കർഷക സംഘത്തിന് തുടക്കം കുറിച്ചത്. കൊളച്ചേരി കർഷക സംഘം സെക്രട്ടറി ആയി സഖാവ് KA കേരളീയനും പ്രസിഡന്റായി വിഷ്ണുഭാരതിയൻ. പിന്നീട് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ജന്മിമാർക്കെതിരെയുള്ള പോരാട്ടങ്ങളെല്ലാം നടന്നത്. ഇത്തരം ജന്മിവിരുദ്ധ പോരാട്ടങ്ങളുടെ കേന്ദ്രമായ കേരളം വായനശാല MSPക്കാർ ആ കാലത്ത് 2 തവണ അഗ്നിക്ക് ഇരയാക്കിയിരുന്നു. ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നും കേരളീയൻ റിക്രൂട്ട് ചെയ്ത സഖാക്കളാണ് സഖാവ് രൈരു നമ്പ്യാരും സഖാവ് അറാക്കലും. 1930-39 ബക്കളം സമ്മേളനത്തിൽ വെച്ചാണ് സഖാവ് A കുഞ്ഞിക്കണ്ണനെ കേരളീയൻ കണ്ടെത്തിയത്. 1940 സെപ്റ്റംബർ 15 നടന്ന മൊറാഴ സംഭവത്തിൽ സഖാവ് അറാക്കലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അതിനെല്ലാം നേതൃത്വം കൊടുത്തവരുടെ പ്രധാനിയായിരുന്നു സഖാവ് PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. സഖാവിൻ്റെ പ്രവർത്തനം ഇരിക്കൂർ ഫർക്കയിലുടനീളം വ്യാപിപ്പിച്ചു. കർഷക സംഘം, അധ്യാപക പ്രസ്ഥാനം, സഹകരണ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം ഇതെല്ലാം മലയോര മേഖലകളിൽ വേരുറപ്പിക്കുന്നതിൽ PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ വളരെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. മൊറാഴ സംഭവത്തെ തുടർന്ന് ചിറക്കൽ താലൂക്കിൽ ഉടനീളം ഭീകരാവസ്ഥ നടമാടി. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നാട്ടിലാകെ ഭക്ഷ്യക്ഷാമം, നാട്ടിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തുടങ്ങിയും അഭംഗുരം തുടർന്നു. ഉരിയരി പോലും കിട്ടാനില്ല, പൊന്നു കൊടുത്താലും ഉദയാസ്തമയം പീഡിക മുന്നിൽ നിന്ന് അരച്ചാലും എന്ന അവസ്ഥയിലായിരുന്നു നാട്ടിൽ. 1946 കോഴിക്കോട്ട് ടൗൺ ഹാളിൽ EMSൻ്റെ അധ്യക്ഷതയിൽ മലബാർ കിസാൻ സഭ യോഗം ചേർന്നു. പ്രസ്തുത സമ്മേളനം നെല്ല് ജന്മിമാരുടെ പത്തായത്തിൽ എത്തുന്നതിന് മുമ്പായി തടയണമെന്നും മര്യാദ പാട്ടം നിജപ്പെടുത്തണമെന്നും ഒഴിപ്പിക്കൽ നിരോധിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ആ സമ്മേളനം പാസാക്കി. തരിശു ഭൂമികൾ കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് പതിച്ചു കൊടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡിസംബർ 15-നുള്ളിൽ ഭൂമികൾ
കൃഷി ചെയ്യുന്നതിന് കർഷക സംഘം തരുന്നില്ലെങ്കിൽ ഡിസംബർ 15 എന്നൊരു അന്ത്യശാസനം ഓർമ്മയിരിക്കട്ടെ, കിസാൻ പ്രമേയം പ്രമാണമല്ലോ കൃഷിവലന്മാർക്ക് എന്ന കേരളീയൻ്റെ ഈരടി ഗ്രാമങ്ങൾ മുഴുവൻ എത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ സഖാവ് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പങ്കെടുത്തിരുന്നു. കണ്ടക്കൈ അധികാരിയുടെ തരിശു ഭൂമിയിൽ നിന്നും പുരകെട്ടിമേയാനുള്ള നെയ്പുല്ല് പറിച്ചെടുക്കാനുള്ള അവകാശം കർഷകർക്ക് നിഷേധിച്ചു. കാലാകാലങ്ങളിലായി പുല്ല് കർഷകർ പാട്ടത്തിനെടുക്കുകയായിരുന്നു പതിവ്. തങ്ങളുടെ പരമ്പരാഗതമായ അവകാശം നിഷേധിച്ച ജന്മിയുടെ നടപടിക്കെതിരെ കർഷകർ കടുത്ത പ്രതിഷേധമുയർത്തി. കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുല്ല് പറിച്ചെടുക്കുവാൻ തന്നെ തീരുമാനിച്ചു. 1946 ഡിസംബർ 19 നടന്ന ഐതിഹാസികമായ സമരമാണ് കണ്ടക്കൈ പുല്ലുപറി സമരം. കെ കുഞ്ഞനൻ നമ്പ്യാർ, എ കുഞ്ഞിക്കണ്ണൻ, പി കെ കുഞ്ഞിക്കണ്ണ മാസ്റ്റർ, ടി ഒ മാസ്റ്റർ എന്നിവരായിരുന്നു ഈ സമരത്തിൻ്റെ മുന്നണി പോരാളികൾ. കേരളം, കണ്ടക്കൈ, മയ്യിൽ, ചേലേരി, കൊളച്ചേരി, മലപ്പട്ടം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം പുല്ലുപറി സമരത്തിൽ പങ്കെടുത്തു. അടുത്ത ദിവസം തന്നെ നിറത്തോക്കുകളുമായി MSPക്കാരും വേളത്തും കണ്ടക്കയിലുമെല്ലാം എത്തി. വേളം, കണ്ടക്കൈ പ്രദേശങ്ങളിൽ പോലീസ് ക്യാമ്പ്. ആ പ്രാവശ്യം വയലിൽ വിത്തിട്ട കർഷക സംഘം പ്രവർത്തകരായ യുവരടക്കണ്ണൻ, വി ചന്തുക്കുട്ടി നമ്പ്യാർ എന്നിവരുടെ വിള കൊയ്യുന്നത് അധികാരി പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു. കർഷക സംഘം യോഗം ചേർന്ന് സഖാവ് കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്തു. എന്ത് ത്യാഗം സഹിച്ചും നമ്മൾ വിള കൊയ്തേ തീരൂ എന്ന് പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് സഖാവ് കെയും പി കെ കുഞ്ഞിക്കണ്ണ മാസ്റ്ററുമായിരുന്നു. ആ കാലത്ത് ഏന്തിയ കൃഷ്ണ മാസ്റ്റർ എഴുതിയ പുരക്കളിപ്പാട്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. നാട്ടിൽ വാണിയിടും അധികാരി തന്നെ അധികാരമൊന്നും ഇനിമേൽ നടപ്പില്ല, ആ കാലമെല്ലാം മറഞ്ഞു നശിച്ചുപോയി, ആ മുഖ്യസ്ഥന്മാരുടെ കാലമല്ലോർക്കണം, കുണ്ടാമണ്ടികൾ തുടരേണ്ട അധികാരി മിണ്ടാതിരിക്കുക നന്നു നിനക്കടോ, അജാപ്പ് വിരോധ കമ്മിറ്റിയിൽ മെമ്പറായ കാരണത്താൽ അവരുടെ കണ്ണനോട് പറഞ്ഞതെന്ത്, വിത്തിട്ടവൻ വിള കൊയ്യണമെന്ന തത്വം ഇപ്പോഴെങ്ങാൻ മാറിപ്പോയോ അധികാരിയെ. ഈ ജനപ്രിയ വരികൾക്ക് ആ കാലത്ത് നല്ല പ്രചാരമാണ് ലഭിച്ചത്. 1947 ഫെബ്രുവരി 14 നിരവധി സ്ത്രീകളും പുരുഷന്മാരും കോട്ടയാട്ടുവയലിൽ അണിനിരന്ന് നെല്ല് കൊയ്തെടുത്തു. നിരവധി പേരുടെ പേരിൽ കള്ളക്കേസ് ചാർജ് ചെയ്തു. പോലീസും ഗുണ്ടകളും ചേർന്ന് കണ്ടക്കൈ പ്രദേശത്ത് വീണ്ടും ഭീകര മർദ്ദനം അഴിച്ചുവിട്ടു. ഭീഷണിക്ക് വകവെക്കാതെ കർഷക സ്ത്രീകൾ വിള കൊയ്ത വാർത്ത മലബാറിലെ കർഷക ജനങ്ങൾക്കിടയിൽ ആവേശമുണർത്തി. കണ്ടക്കൈയിൽ തോക്കിന് നേരെ മാറുകാട്ടി സ്ത്രീകൾ വിള കൊയ്യുന്നു എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനിയിൽ വാർത്ത വന്നു. വെടിവെച്ച് കൊന്നാലും ഞങ്ങളുടെ വിള ഞങ്ങൾ കൊയ്യും. ഈ ഘട്ടത്തിലാണ് സഖാവ് കുഞ്ഞാക്കമ്മ സമരരംഗത്തേക്ക് വരുന്നത്. 1947 ജനുവരി 22 MSPക്കാർ വീടുകളിൽ കയറി തച്ച് തകർത്ത പാത്രങ്ങൾ, കലങ്ങൾ, ചട്ടികൾ എല്ലാം കൂട്ടയിലാക്കി കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ ജാഥയായി കണ്ടക്കൈ അധികാരിയുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചവിടെ കൂട്ടിയിട്ടു. ഇതിനെ തുടർന്ന് കുഞ്ഞാക്കമ്മയെയും അതുപോലെ തന്നെ 15 പുരുഷന്മാരെയും ചേർത്ത് കള്ളക്കേസ് ചാർജ് ചെയ്തു. ഈ സമരമാണ് കലംകെട്ട് സമരം എന്ന പേരിൽ അറിയപ്പെട്ടത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തിയ പോരാട്ടം. തുടർന്ന് കുഞ്ഞാക്കമ്മയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ അറസ്റ്റ് മർദ്ദനം കൊണ്ടൊന്നും കുഞ്ഞാക്കമ്മയുടെ മനോവീര്യം തകർക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. 1952 പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് കുഞ്ഞാക്കമ്മയെയും കാവുമ്പായി സമരത്തിലെ ധീരവനിതയായ ചെറുമിയെയും AKGയോടൊപ്പം മലബാറിൽ ആകെ പര്യടനം നടത്തി തങ്ങളുടെ അനുഭവം വിവരിച്ചത് വടക്കേ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ആവേശോജ്വലമായ അധ്യായമാണ്. 1947 ഫെബ്രുവരി 15 പി കെ കുഞ്ഞിക്കണ്ണ മാസ്റ്റർ ദേശാഭിമാനിയിൽ ഒരു വാർത്ത അയച്ചു. 21-ാം തീയതി അത് അച്ചടിച്ചു വന്നു. വലിയ പ്രകമ്പനം കൊള്ളിച്ച വാർത്ത. അന്ന് എഴുതിയ വാർത്തകൾ ഇന്ന് വായിക്കുമ്പോൾ കോരിത്തരിച്ചു പോകും. പത്രത്തെ എങ്ങനെ സമരായുധമാക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വാർത്ത. ഇതാണ് വാർത്ത. കണ്ടക്കൈയിൽ 3 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. കണ്ടക്കൈ ഫെബ്രുവരി 15 പ്രാദേശിക ലേഖകൻ. MSPക്കാരും അവരുടെ പിന്നാലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കാനും കൊള്ളയടിക്കാനും നടക്കുന്ന കതറിൽ മൂടിയ ചെറ്റകളും കൂടി മിനിഞ്ഞാന്ന് കോട്ടയാട്ട് ചെന്ന് 3 സ്ത്രീകളുടെ ചാരിത്രം നശിപ്പിച്ചിരിക്കുന്നു. യുവതികളായ 3 സ്ത്രീകളെ പിടികൂടി ആ വീട്ടിലുള്ള മറ്റു സ്ത്രീകളെ വലിച്ചിഴച്ചിട്ട് അടുത്തുള്ള വേറെ വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. പാവങ്ങളായ 3 സ്ത്രീകളും വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഘാതകന്മാരും മൃഗപ്രായരും കതറിൽ മൂടിയവരുമായ ആ തെമ്മാടികൾ സാധു സ്ത്രീകളെ പിടികൂടി. അവരുടെ നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വായിൽ തുണി ചുരുട്ടി തിക്കിക്കയറ്റി അവരെ തള്ളിയിട്ട് മൃഗീയമായി എല്ലാ പിശാചുക്കളും ചരിത്രഭംഗം ചെയ്തു. ഒരു സ്ത്രീക്ക് ബോധക്കേട് വന്നു. അവരെല്ലാവരും അന്വേഷണ കോടതിക്ക് മുമ്പാകെ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. വീണ്ടും MSP ഇന്നലെ വൈകുന്നേരവും അതേ വീടുകൾ പരിശോധിച്ചു. ആരെയും കണ്ടില്ല. ഈ വാർത്ത വന്നത് വലിയ കൊള്ളക്കം തന്നെ ഉണ്ടായി. പത്രത്തിനെതിരെ നോട്ടീസ്, നാട്ടിലാകെ റെയ്ഡ്. പോലീസിൻ്റെ നോട്ടീസിന് മറുപടിയായി ദേശാഭിമാനി മാനേജർ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ്. ഈ നോട്ടീസ് അയക്കേണ്ടത് പത്ര മാനേജർക്കല്ല, സെൻട്രൽ ജയിലിൽ കഴിയുന്ന പബ്ലിഷർക്കാണ്. വാർത്തയുടെ ഉത്തരവാദിത്വം പബ്ലിഷർക്കാണെന്നും റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളോ കരട് റിപ്പോർട്ടോ അന്തസ്സുള്ള ഒരു പത്രവും വെളിപ്പെടുത്തുകയില്ല എന്നുമായിരുന്നു മറുപടി. ആക്രമണത്തിൻ്റെയും ഭീഷണിയുടെയും അന്തരീക്ഷം അവസാനിപ്പിക്കുവാൻ
പോലീസ് സന്നദ്ധമായാൽ തെളിവ് നൽകാമെന്നും മറുപടി. ഈ സംഭവം കോടതിയിൽ കേസായി. ഒരു സ്ത്രീയെ കോഴിക്കോട്ട് കൊണ്ടുപോയി തെളിവ് കൊടുത്ത സാഹസികമായ അനുഭവം പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാടിക്കുന്നിൽ സാക്ഷി ഗോപാലനാണ് കഥാനായകൻ. പോലീസുകാർ മാനനഷ്ട കേസ് കൊടുത്തു. ഞാൻ ആകെ ഭയപ്പെട്ടു. 2 പോലീസ് ക്യാമ്പിനോട് ഇടയിലാണ് കോട്ടയാട്ട്. മാനഭംഗത്തിനിരയായ സ്ത്രീയെ കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തേ പറ്റൂ. പക്ഷേ ആ ഭാഗത്തേക്ക് പോവുക അസാധ്യം. പ്രശ്നം ഗോപാലൻ ഏറ്റെടുത്തു. പോലീസ് ക്യാമ്പുകളുടെ മധ്യത്തിലുള്ള സ്ഥലത്ത് സഖാവ് ഗോപാലൻ വേഷപ്രച്ഛന്നായി എത്തി. മാനഭംഗം ചെയ്യപ്പെട്ട യുവതിയെയും കൂട്ടി ഞങ്ങൾ കോഴിക്കോട്ടെത്തി. ദേശാഭിമാനിയുടെ ചുമതലക്കാരനായിരുന്ന KC ജോർജിനെ കണ്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് സ്ത്രീയെ അവരുടെ വീട്ടിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ എല്ലാം ഫലമായി സഖാവ് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ അധ്യാപക സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് 1957 സഖാവ് EMS അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് അംഗീകാരം ലഭിച്ചത്. തുടർന്ന് എള്ളെരിഞ്ഞി LP സ്കൂളിൽ അധ്യാപകനായി സഖാവിൻ്റെ പ്രവർത്തനം മലയോര മേഖല കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചു. മലയോര മേഖലകളിൽ അക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രന്ഥശാലകൾ രൂപീകരിച്ചു. സഹകരണ സംഘം രൂപീകരിച്ചു. കൂട്ടുമുഖം സർവീസ് സഹകരണ ബാങ്ക് ആ കാലത്ത് ആരംഭിച്ചതാണ്. കർഷക സംഘം കെട്ടിപ്പടുക്കുന്നതിൽ വ്യാപൃതനായി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി കരിവള്ളൂർ നാരായണൻ നായരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി യൂണിയൻ്റെ ജോയിന്റ് സെക്രട്ടറിയായി നിരവധി വർഷക്കാലം പ്രവർത്തിച്ചു. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് വീണ്ടും കേരളത്തേക്ക് താമസം മാറ്റി. CPMൻ്റെ മയ്യിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു. നിരവധി വർഷം മയ്യിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നു. കേരളം കിളിയടത്ത് സഖാവ് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നാമധേയത്തിൽ ഒരു ഗ്രന്ഥാലയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തും അധ്യാപക രംഗത്തും സഹകരണ രംഗത്തും ഗ്രന്ഥശാല രംഗത്തും സഖാവ് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നടത്തിയ സേവനം ഏറെ ശ്ലാഘനീയമാണ്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ ജ്വലിക്കുന്ന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.